ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോ, ലാർജർ ദാൻ ലൈഫ്. ഇപ്പൊ പത്രം സിനിമയിൽ സുരേഷ് ഗോപി ഒരു ജേർണലിസ്റ്റ് ആണ്. റിയൽ ലൈഫിലെ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് ഇതുപോലെ എങ്ങനെ സന ജേർണലിസ്റ്റ് ആണ്, അല്ല ഞാൻ പറഞ്ഞ ഒരു ജേർണലിസ്റ്റ്, സന ഒരു ഓഫീസിൽ ഒരു പത്രം ഓഫീസിൽ പോയി ഇരുന്നിട്ട് ഇതുപോലെ നിങ്ങളുടെ സീനിയറുടെ അടുത്ത് ഇങ്ങനെ നെടുനീളം ഡയലോഗ് പറഞ്ഞ് റിയൽ ലൈഫാണ്. ഞാൻ പറയാം, ഇപ്പം സിനിമ എന്ന് പറയുന്നത് റിയൽ ലൈഫ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റാംജി റാവു സ്പീക്കിംഗ് സിനിമ ഇറങ്ങിയപ്പോൾ ആദ്യ ദിവസങ്ങളിൽ മോശം ഒപ്പീനിയനായിരുന്നു. ആ സിനിമ കണ്ട സമയത്ത് റാംജി റാവു ആണെന്നാണ് എൻ്റെ ഓർമ്മ, അതോ ഗോഡ് ഫാദർ ആണെന്ന് സിദ്ദിഖ് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞു, സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് മുഖത്ത് നോക്കിയിട്ട് ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആ തിയേറ്ററിനകത്ത് കയറിക്കോ, അതിൻ്റെ അകത്ത് നടക്കും എന്ന് പറഞ്ഞു. അതായത് സിദ്ദിഖ് സാർ പറഞ്ഞത് എവിടെ നടക്കാത്തത് അതാണല്ലോ സിനിമ, എവിടെ നടക്കണം നിങ്ങൾ റോട്ടിൽ നിങ്ങൾ കാണും, ഞങ്ങൾ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയാണ് എന്ന് പറയണ പോലെ. എൻ്റെ ഒരു രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ JSKയുടെ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി, കുറെ ഡയലോഗ്, കാരണം ആളുകൾക്ക് ഇഷ്ടം ആണത് കാണാനായിട്ട്. ഞാൻ പറഞ്ഞ എല്ലാതരം സിനിമകളും വേണം, പക്ഷെ ഇങ്ങനത്തെ എൻജോയ് ചെയ്യുന്ന സിനിമകൾ, തീപ്പൊരി ഡയലോഗ് പറയുന്ന സിനിമകൾ വരട്ടെ.